കുട്ടികളെ ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പാർട്ട് 5 വീഡിയോ ആണ്. പാർട്ട് 4 വീഡിയോയിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന കാര്യമാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷൻ ആയിട്ടുള്ള വസ്തുവല്ലേ, ഇതെങ്ങനെയാണ് 1 ഡയമെൻഷനൽ ആവുക? നിങ്ങൾ ചോദ്യം സ്വാഭാവികമായിട്ടും ശരിയാണ്. നോക്കണേ, നിങ്ങൾ സാധാരണ കേസിൽ ഒരു ബോക്സ് ആണെങ്കിൽ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, സെഡ് ആക്സിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ബോക്സിന്റെ പ്രത്യേകത ഇങ്ങനത്തെ ഒരു വാളും നിങ്ങൾ കാണുക, ഈ ഒരു വാളും നിങ്ങൾ മനസ്സിൽ കാണാം. അങ്ങനെ 2 വാളുകൾ മാത്രമുള്ള ഒരു ബോക്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ബോക്സിൽ, അതൊരു ഇമേജിനറി ബോക്സ് ആണ്, ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ പാർട്ടിക്കിൾ അറ്റ് ദിസ് പോയിന്റ് ആണെങ്കിൽ, ആ വാളിന്റെ ഒരു അറ്റത്തൊരു പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യാം, ഈ വാളിനെ കുറച്ചും കൂടിയും ഒന്ന് ചുരുക്കിയിട്ട് ഇഫ് ഐ എം ഡ്രോയിങ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് എന്ത് ആക്സിൽ കൂടി, എക്സ് ആക്സിസിൽ കൂടി മാത്രം മൂവ് ചെയ്യുന്നത്. ഇത് മീൻസ് എക്സ് ആക്സിസ് അല്ലെ, എക്സ് ആക്സിൽ കൂടി മാത്രം മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ കേസിൽ ഒരു ഇലക്ട്രോണുകൾ, ഐ മീൻസ് ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളൊക്കെ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിൽ കൂടി മൂവ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അവിടെ 3 ഡയമെൻഷണൽ ബോക്സിനെ പറ്റി പഠിച്ചാൽ മാത്രമേ വ്യക്തമായിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ആ 3 ഡയമെൻഷണൽ ബോക്സ് പഠിക്കാൻ എളുപ്പമാകും ഇഫ് യു നോ 1 ഡയമെൻഷണൽ ബോക്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ 3 ഡയമെൻഷണൽ ബോക്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 1 ഡയമെൻഷണൽ ബോക്സ് പഠിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ നോക്കണേ. that is if you are considering that is CH2 double bond CH single bond CH double bond CH2 is the ഈ കേസിൽ പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ഇവിടെയും പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും പൈ ഇലക്ട്രോൺസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ പൈ ബോണ്ടും ഈ പൈ ബോണ്ടും കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്, ഐ മീൻസ് ഓൾട്ടർനേറ്റീവ് പൊസിഷനിലുള്ള. അങ്ങനെയാകുമ്പോൾ റെസൊണൻസിന്റെ ഫലമായിട്ട് ദിസ് ഇലക്ട്രോൺ ജംപ് ഹിയർ, ദിസ് ഇലക്ട്രോൺ ജംപ് ഹിയർ. യു ക്യാൻ സേ ദാറ്റ്, അതായത് നമ്മൾ ഇങ്ങനെയും വരക്കലേനും CH2 CH CH സിംഗിൾ ബോണ്ട് CH2 വരച്ചിട്ട് ഇവിടെ കുറെ ഡോട്ട് 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 വരച്ചു, ഇവിടെയും ഡോട്ട് 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 വരച്ചു, ഇവിടെയും ഡോട്ട് ഡോട്ട് വരച്ചു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പൈ ഇലക്ട്രോൺസ് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കും ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കും മൂവ് ചെയ്യുന്നില്ലേ? നിങ്ങൾ നോക്ക്, ഇതൊരു എക്സ് ആക്സിസിൽ കൂടിയല്ലോ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റുകളെ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് 1 ഡയമെൻഷണൽ ബോക്സിലുള്ള, അതായത് ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏകദേശം ഇവിടുത്തെ മൂവ്മെന്റ് ഉള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1 ഡയമെൻഷണൽ ബോക്സ് പഠിക്കുകയാണെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എനർജിയും മറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 1 ഡയമെൻഷണൽ ബോക്സിന്റെ പഠനം കുറച്ചും കൂടി എളുപ്പമാക്കി തരും. ഓക്കെ, എന്നൊരു കാര്യം പറയാം. ഇവിടെ ഒരു പാർട്ടിക്കിൾസ് വിചാരിക്കാം, ലെറ്റ് ഇറ്റ് ബി ഒരു ആറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഒരു പ്രോട്ടോൺ ആയിക്കോട്ടെ. ആ പാർട്ടിക്കിൾസ് ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഇതൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ അല്ലെ. അങ്ങനെയാകുമ്പോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് മൂവിങ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാം, ഒന്നിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, ഐ മീൻസ് വേവ് നാച്ചർ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഇറ്റ് മേ ബി ജസ്റ്റ് ലൈക്ക് ദിസ് വൺ, ഇങ്ങനെ മൂവ് ചെയ്യാം. ഓർ ഇറ്റ് മേ ബി ജസ്റ്റ് ലൈക്ക് ദിസ് വൺ, ദാറ്റ് ഈസ് ഇങ്ങനെ മൂവ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരൊറ്റ വേവ് ആയിട്ട് ഇതാ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ പാർട്ടിക്കിൾസ് ഒന്നുകിൽ ഈ ഒരു തരത്തിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ തരത്തിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ തരത്തിൽ മൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ മൂവ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അത് ഇങ്ങനെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വേവ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ഒരു വേവ് ഫംഗ്ഷനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ψ1. റെഡി? ഇനി ഇങ്ങനെയാ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ തരത്തിലുള്ള വേവാ കിട്ടിയിരിക്കുന്നത് അല്ലെ. അങ്ങനെയാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു വേവ് ഫംഗ്ഷൻ ψ2 ഉണ്ടാവും. ഇങ്ങനെ മൂവ് ചെയ്തെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വേവ് ആക്കിയിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ψ3 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു 1 ഡയമെൻഷണൽ ബോക്സിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസ് ഇറ്റ് മേ ബി ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ ആയിരിക്കാം, കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഉണ്ടാവും.
കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫങ്ഷൻസ് ഉണ്ടാവും. മാത്രമല്ല ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ മൂവ്മെന്റിലേക്ക് കാണാൻ പറ്റും. ഇവിടെ ലാംഡ വളരെ കുറവാ, വേവ് ലെങ്ത് വളരെ കുറവാ. വേവ് ലെങ്ത് വളരെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ടാവും, ദാറ്റ് ഇസ് E1. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എനർജി E2 ഉണ്ടാവും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് E3 ഉണ്ടാകും. കാരണം ഇവിടുത്തെ വേവ് ലെങ്ത് കൂടുതൽ, അപ്പോൾ എനർജി കുറവായിരിക്കും. ദാറ്റ് മീൻസ് ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് വ്യത്യസ്ത തരത്തിലാവുമ്പോൾ തൽഫലമായിട്ട് അതിന്റെ എനർജിയും ഡിഫറെന്റ് ആണ്, അവന്മാരുടെ വേവ് ഫങ്ഷൻസും ഡിഫറൻസ് ആണ്. നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു പാർട്ടിക്കിള് പിന്നെ ഒരു എക്സ് ആക്സിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള മോഷൻസ് പോസിബിൾ ആണ്, ഇങ്ങനത്തെ മോഷനോ ഇങ്ങനത്തെ മോഷനോ ഇങ്ങനത്തെ മോഷനോ ഏതൊക്കെ തരത്തിലുള്ള പോസിബിൾ ആണ്, അത് ഡിസ്കസ് ചെയ്യുന്നു. ഓരോ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മാത്രമല്ല ഓരോ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് വരാം. നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലേക്കാണ് വരുന്നത്. അതായത് ഇത് രണ്ട് വാൾസ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വാളിന്റെ പുറത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും കേട്ടോ. വാളിന്റെ പുറത്ത് ഐ മീൻസ് ഒരു പാർട്ടിക്കിൾസ് എങ്ങാനും ഇവിടെ ഇതിന്റെ പുറത്ത് ഇൻഫിനിറ്റി ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവിടെയും V ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇനി വാളിന്റെ ലെങ്ത് ആണ് പറയുന്നത്. X ഈസ് ഈക്വൽ ടു 0 ടു X ഈസ് ഈക്വൽ ടു A ആണ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം. രണ്ട് വാളുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഒരു A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. എക്സ് ആക്സ് ആക്കിയും വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻസൈഡ് ദി വാൾ യു ഹാവ് ടു ടേക്ക് വിയുടെ വാല്യൂ 0 ആക്കി എടുക്കുക. ഇനി ഒരു കാര്യം ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നിരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ പാർട്ടിക്കിൾസിന്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിൾസ് ഇവിടെ എത്തുമ്പോൾ ആ വാളിന്റെ മേലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക്, തിരിച്ചു വരും. ഇത് ഇവിടെ എത്തുമ്പോൾ ഈ വാളിന്റെ മേലെ തന്നെ ഇൻഫിനിറ്റി പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത് ഇങ്ങോട്ട് തിരിച്ചു പോകും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രാവലിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺ പോലത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് മോഷൻ ഉണ്ടാവുക. അപ്പൊ ഈ വേവ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫങ്ഷൻസ് ഉണ്ടാവും. ആ വേവ് ഫങ്ഷൻസ് ഒന്നുകിൽ ഇങ്ങനത്തെ വേവ് ആയിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് ഈസ് കുറച്ചും കൂടി വലിയ വേവ്, പിന്നെ നമ്പർ ഓഫ് ഫ്രീക്വൻസി കൂടിയ വേവ് ആയിരിക്കാം. അപ്പോൾ ഓരോ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ഉദ്ദേശം ഇതാണ്, ഈ വേവ് ഫംഗ്ഷനും കണ്ടുപിടിക്കണം. മാത്രമല്ല ഈ വേവ് ആണ് ഇങ്ങനത്തെ വേവ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ഉണ്ടാവും, ഇങ്ങനത്തെ വേവ് മൂവ് ചെയ്യും വേറെ എനർജി ഉണ്ടാവും. ഓരോ വേവുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയും കണ്ടുപിടിക്കണം ഇൻസൈഡ് ദി ബോക്സ്. അത് മാത്രമല്ല ഔട്ട്സൈഡ് ദി ബോക്സിൽ വേവ് ഫംഗ്ഷൻ ഇല്ല, ഐ മീൻസ് പാർട്ടിക്കിൾസ് ഇല്ല എന്നുള്ള കാര്യവും നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഇസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്നാണ് ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഏതൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും നമുക്ക് അതിനൊരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. ആ കാര്യം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫോർ എനി സിസ്റ്റം minus h cross square divided by 2m into dou square by dou x square plus dou square by dou y square plus dou square by dou z square plus v is potential energy of x, y, z whole multiplied with the psi is equal to E psi എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഈ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു h/2π ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ക്രോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ഡിവൈഡ് ബൈ 4π² എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതിനെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക. അത് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ എച്ച് ക്രോസിന് പകരം മൈനസ് സൈൻ അവിടെ തന്നെ ഉണ്ട്. h സ്ക്വയർ ഡിവൈഡ് ബൈ 4π² കൊടുത്തു. 2m ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. dou square by dou x square, dou square by dou y square, dou square by dou z square plus v of x, y, z in all into psi is equal to E psi എന്ന് എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ പഠിക്കുന്നത് എന്താക്സിനെ പറ്റി മാത്രമാണ്, എക്സ് ആക്സിനെ പറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ യു ക്യാൻ നോ നെഗ്ലക്ട് ദിസ് ടേംസ്, അതായത് ഈ ടേംസ് നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല ഈ v of x, y, z നമ്മൾ എക്സിനെ മാത്രം പരിഗണിച്ചാൽ മതി.
അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും മൈനസ് എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ എം എന്ന് കിട്ടും. നൗ ഈ ഡോ സ്ക്വയറിന് പകരം യു കൻ റൈറ്റ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഒരു കാര്യം ചെയ്യാം, ഈ സൈൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയും സൈ പ്ലസ് ഈ സൈന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ വ്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് വി സൈ ഇസ് ഈക്വൽ ടു ഇ സൈ ഇങ്ങനെ എഴുതാൻ പറ്റും. തൽക്കാലത്തേക്ക് വി എക്സ് വൈ സെറ്റിനെ നമുക്ക് ഒരൊറ്റ കമ്പണന്റ് ആയിട്ടുള്ള വി എക്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന് നമ്മൾ വി എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇന്നൊരു കാര്യം ചെയ്യുന്നു, ദാറ്റ് ഈസ് ഈ ടേംസ് കംപ്ലീറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെയാകുമ്പോൾ ഈ ഭാഗത്ത് 0 ആകും അല്ലേ. അപ്പോൾ ഇവിടെ ഗെറ്റ് ഇ സൈ അവിടെ ഉണ്ടാവും, ഓൾറെഡി ഉണ്ട്. പ്ലസ് വി സൈ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വി സൈ ആയിട്ട് മാറി. നെക്സ്റ്റ് ഈ ടേംസ് മൊത്തം അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ എം ദെൻ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി ഒരു കാര്യം ചെയ്യാം, ഇക്വേഷൻ ഞാൻ റൈറ്റ് ചെയ്യുമ്പോൾ എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ എം ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ സൈ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. ഇതിനെ മാറ്റി എഴുതുമ്പോൾ ദാറ്റ് ഇസ് ഇ സൈ മൈനസ് വി സൈ നമുക്ക് കോമൺ ആയിട്ട് സൈനെ പുറത്തെടുത്ത് എഴുതുമ്പോൾ ഈക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ എം ഡി സ്ക്വയർ സൈ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു കാര്യം ചെയ്യാം, all this equation is multiplied with 8 pi square by m by h square ഉണ്ട് മൾട്ടിപ്ലൈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേംസ് അങ്ങ് ഇല്ലാതായി പോകും. പക്ഷേ 8 pi square m by h square എന്ന് പറഞ്ഞ പുതിയ ടേംസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ. സോ യു വിൽ ഗെറ്റ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് യു വിൽ ഗെറ്റ് 8 pi square m by h square into e minus v of psi is equal to 0. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ഇക്വേഷൻ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് വരിക. അതൊരു കാര്യം ചെയ്യാം, ഔട്ട്സൈഡ് ദി ബോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരാം. ബോക്സിന് പുറത്താണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന കാര്യമാണ് നിങ്ങൾ പരിഗണിക്കാൻ പോകുന്നത്. അപ്പൊ ഔട്ട്സൈഡ് ദി ബോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. Therefore, this equation becomes d square psi by dx square plus 8 pi square m by h square into that is e minus infinity psi is equal to 0. ഇങ്ങനെ കിട്ടും. ഇന്നൊരു കാര്യം മനസ്സിലാക്കാം, E എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി, ഇൻഫിനിറ്റി മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻഫിനിറ്റ് വാല്യൂ ആണ്. സോ ഇതൊരു എനർജി ഓഫ് ദി സിസ്റ്റം മീൻസ് ഇലക്ട്രോണിന്റെ എനർജി ഇൻസൈഡ് ദി ബോക്സ് ആണെങ്കിൽ, ഔട്ട്സൈഡ് ദി ബോക്സ് ആകുമ്പോൾ ഇറ്റ് ഹാവ് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ദാറ്റ് മീൻസ് വെരി മച്ച് അല്ലെങ്കിൽ വെരി ഹൈ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് യു ക്യാൻ നെഗ്ലക്ട് ദിസ് ഇ വിത്ത് ഇൻഫിനിറ്റി. അതായത് ഇൻഫിനിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇയുടെ വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. Therefore, we can say that d square psi by dx square plus ഇവിടുത്തെ ഈ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ, അത് ദെൻ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് ഈ മൈനസിനെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ മൈനസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻഫിനിറ്റി സൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനോ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു വേവ് ഫംഗ്ഷനാ, അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇൻഫിനിറ്റി. 8 ഒരു കോൺസ്റ്റന്റ് വാല്യൂ, പൈയും എമ്മും എച്ചും കോൺസ്റ്റന്റ് വാല്യൂ, അതിനെ നിങ്ങൾ ഇൻഫിനിറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ് യു വിൽ ഗെറ്റ് അഗൈൻ ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഈ ടേംസിനെ മൊത്തത്തിൽ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റും. Therefore, d square psi by dx square minus infinity of psi is equal to 0. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
Now നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി സൈ ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഒരു കാര്യം ചെയ്യുന്നു, ഇതിനെ പിടിച്ച് നമ്മൾ അപ്പുറം കൊണ്ടുപോവാ. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി സൈ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൈ ഈക്വൽ ടു, അതായത് സൈ ഈക്വൽ ടു യു ക്യാൻ സേ ഇൻഫിനിറ്റിന് ഇപ്പുറം കൊണ്ടുവരാം 1 ബൈ ഇൻഫിനിറ്റി ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ് അല്ലേ. അങ്ങനെ 0 ഇൻറ്റു ദിസ് വൺ യു വിൽ ഗെറ്റ് 0 കിട്ടും. ദാറ്റ് ഈസ് സൈ ഈസ് ഈക്വൽ ടു ഫൈനലി യു വിൽ ഗെറ്റ് 0 കിട്ടും. അതായത് 0 ഈക്വൽ ടു സൈ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഔട്ട്സൈഡ് ദി ബോക്സിലുള്ള പാർട്ടിക്കിൾസ് ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. ഔട്ട്സൈഡ് ദി ബോക്സിലുള്ള പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻ 0 ആണ്. അങ്ങനെ ആകുമ്പോൾ സൈ സ്ക്വയറിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും. That is the probability of finding the particles outside the box is again 0. That means there is no particles outside the box എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇൻസൈഡ് ദി ബോക്സിൽ what happened to the wave function നോക്കാം. From equation 1, d square psi by dx square plus 8 pi square m by h square into e minus v psi is equal to 0. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ഒരു കാര്യം ചെയ്യാം, ഇൻസൈഡ് ദി ബോക്സിൽ what will happen that v യുടെ വാല്യൂ is equal to 0 ആയിരിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറൂലോ. ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് നൗ 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇത് കിട്ടും. വിയുടെ വാല്യൂ 0 കൊടുത്താൽ ദാറ്റ് ഇസ് ഇ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ഇ ഇൻറ്റു സൈ, ദാറ്റ് ഇസ് ഇ ഇൻറ്റു സൈ ഇങ്ങനെയായിട്ട് മാറും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ കെ സ്ക്വയർ ആക്കി എടുക്കുക. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. Therefore you will get d square psi by dx square plus k square psi is equal to 0 എന്നായിട്ട് മാറും. That is equal to 0 ആയിട്ട് മാറും. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് അറിയാമായിരിക്കും ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആൻസർ, അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ, ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ആണ് സൈ ഈസ് ഈക്വൽ ടു ഇതാണ് കിട്ടുക എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് പറയുന്ന ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അത് ഞാനിവിടെ ചെയ്യുന്നില്ല, ഇവിടെ ഫൈനൽ ആൻസർ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ടിക്കിൾസിന്റെ ഇൻസൈഡ് ദി ബോക്സിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമല്ല. ദാറ്റ് മീൻസ് എയും ബിയും ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഈ സൈയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എയുടെ വാല്യൂം ബിയുടെ വാല്യൂം മാറുന്നതനുസരിച്ച് സൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ പിന്നെ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടും ദാറ്റ് ഈസ് ഈ സൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് എ സൈ ഡിപ്പെൻഡ്സ് ഓൺ എ ബി ആൻഡ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എയുടെ വാല്യൂം ബിയുടെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സൈയുടെ ഒരു വാല്യൂ കിട്ടും, അല്ലെ സൈക്ക് ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷേ എല്ലാ സൈയുടെ വാല്യൂം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ദി സൈ വാല്യൂ വിച്ച് ബിഹേവ്സ് അല്ലെങ്കിൽ വിച്ച് ഫോളോസ് ദി കണ്ടീഷൻ, അത് ആക്സെപ്റ്റബിൾ സൈ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതാണ് നമ്മൾ ഇതിനടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഒരു ബൗണ്ടറി ഇവിടെയും ഒരു ബൗണ്ടറി ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലും അതിന്റെ വേവ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് സൈ ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ എനിക്ക് പറയാം, ദാറ്റ് ഈസ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എക്കും ബിക്കും ഒരു കോൺസ്റ്റന്റ് എലമെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് what I am doing is that
at boundary but at boundary that is x is equal to 0. I means ഈ ഒരു ബൗണ്ടറിയില് we can say that at that times that is psi is equal to എന്തായിരിക്കണം 0 ആയിരിക്കണം. അത്തരം ഫങ്ഷൻസ് മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Therefore you can say that 0 is equal to ഇങ്ങനെ എഴുതാൻ പറ്റുമേ a sin k0 plus next b cos k0 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, k into 0 you will get 0 ആയിരിക്കും. Therefore you will get is equal to a sin 0 plus again k into 0 you will get 0 കിട്ടും plus b cos 0 കിട്ടും. That is equal to 0 ആയിരിക്കും. sin 0യുടെ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 0 അല്ലേ. Therefore 0 is equal to 0 plus ഇനി ഒരു കാര്യം ചെയ്യാം, cos 0യുടെ വാല്യൂ 1 അല്ലേ, അങ്ങനെയാകുമ്പോൾ plus b ഇങ്ങനെ കിട്ടാം. Therefore you can say that finally b is equal to എന്തായിട്ട് മാറി 0 ആയിട്ട് മാറി. അപ്പോൾ b is equal to 0 ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേവ് ഫംഗ്ഷൻ ഇതായിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബിയുടെ വാല്യൂ 0 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ ഈ ബിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ഗുണിക്കണം ദിസ് വൺ യു വിൽ ഗെറ്റ് 0 ആയിട്ട് മാറും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തെന്താണെന്ന് അറിയോ, അതായത് ഈ നേരത്തെ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷനെ ഒന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ ആണ് psi is equal to a sin kx എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, നൗ ദിസ് ഇക്വേഷൻ യു കൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3 ആയിക്കോട്ടെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൈയുടെ ഇക്വേഷൻസ് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് കോസിനെ ഒഴിവായി കഴിഞ്ഞ് ഇത് മാത്രമായിട്ട് മാറി നമ്മുടെ വേവ് ഫംഗ്ഷൻ. ഇതിനോട് ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, കെ എന്ന് പറഞ്ഞ മറ്റൊരു വാല്യൂ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എക്കും കെക്കും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം വാല്യൂസ്. നമ്മൾ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. ആ കേക്ക് യുനോ നമ്മൾ ചോദിക്കുന്ന നേരത്തെ കെ സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം 8π² അതല്ല, നമുക്ക് ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷന്റെ കെയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണേ. Again നമ്മൾ അടുത്ത ബൗണ്ടറി കണ്ടീഷൻസിലേക്ക് വരിക. ദാറ്റ് ഈസ് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ്. ആ പോയിന്റിലും സൈയുടെ വാല്യൂ എന്തായിരിക്കണം 0 ആയിരിക്കണം അല്ലെ. ഈ പോയിന്റിലും സൈയുടെ വാല്യൂ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് അങ്ങനെയാവുമ്പോൾ സൈയുടെ വാല്യൂ 0 ആണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് a sin k into ഈ എക്സിന് വാല്യൂ നമുക്ക് പകരം നമുക്ക് എ കൊടുക്കാം. ദാറ്റ് ഇസ് കെ ഇൻറ്റു എ, ദാറ്റ് ഇസ് കെ ആയിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ദാറ്റ് ഇസ് ഈ വാല്യൂ 0 ആണെങ്കിൽ ഐ മീൻസ് സൈൻ കെ എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ കെ എയുടെ വാല്യൂ നിങ്ങൾക്കറിയാം ഒന്നുകിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആംഗിൾ ആയിരിക്കണം, അല്ല 180 ആംഗിൾ ആയിരിക്കണം, അല്ല 360 ആംഗിൾ ആയിരിക്കണം, എക്സെട്ര. ദാറ്റ് മീൻസ് 180 is nothing but 1 pi, 360 is 2 pi, but generally പറയുകയാണെങ്കിൽ that should be equal to n pi ആയിരിക്കണം. അപ്പോൾ 0 pi means 0 degree, 1 pi means 180 degree, 2 pi means 360 degree. അതുപോലെ ഈ കെ എയുടെ വാല്യൂ n pi, ജനറലി n pi ആയാൽ മാത്രമേ ഇവിടുത്തെ സൈൻ കെ എയുടെ വാല്യൂ 0 ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ചോദിക്കട്ടെ, ദാറ്റ് ഇസ് കെ ഈസ് ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ n pi by a അല്ലടോ. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ കേക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, n pi by a കൊടുത്തു. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഓരോരോ ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വേവ് ഫംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് സൈ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, എ അവിടെ നിൽക്കട്ടെ, എന് നമ്മൾ എക്കും ഒരു വാല്യൂ ഉണ്ട് പറയാം. ഇപ്പം എ ഇൻറ്റു സൈൻ n pi by a എക്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഇതാണ് ഇൻസൈഡ് ദി ബോക്സ്, അതായത് ഒരു ബോക്സിന്റെ ഉള്ളിൽ കൂടി ചലിക്കുന്ന ആ പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻ ഇതാണ്. പൂർണ്ണമായിട്ടില്ല, നമുക്കിനി എയുടെ വാല്യൂ കൂടി നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് എ, അല്ലെങ്കിൽ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ്
എന്താ നോർമലൈസ്ഡ് വേവ് അല്ലെങ്കിൽ വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതായിരുന്നു. ഈ കേസിൽ വി ഹാവ് ടു ഇന്റഗ്രൽ ബിറ്റ്വീൻ 0 to a. എന്തുകൊണ്ടാണ് 0 to a പറഞ്ഞ മീൻസ് ഇതിന്റെ ബൗണ്ടറി 0 എന്ന് തുടങ്ങിയിട്ട് എയിലാണ് അവസാനിക്കുന്നത് അല്ലെ. x is equal to 0 to x is equal to a ആണ് നമ്മൾ ബൗണ്ടറി. അതുകൊണ്ടാണ് 0 to a ലേക്ക് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെൻ സൈ സ്ക്വയർ, ഇത് സൈ ആണ്. അപ്പൊ സൈ സ്ക്വയർ ഡി ടോ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻസിന്റെ കണ്ടീഷൻ ആയിരുന്നു അല്ലെ. അങ്ങനെയാകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് മാറില്ലടോ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to a, ഇവിടുത്തെ a സൈൻ n pi by a x whole square into determines we are considering about all volume elements dx dy dz. പക്ഷെ ഇവിടെ x axis മാത്രം ആയതുകൊണ്ട് you can say that it is equal to dx മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇനി ഒരു കാര്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ that is equal to should be equal to 3 ആയിരിക്കണം, 1 ആയിരിക്കണേ, മനസ്സിലാക്കി വെക്കാം. ഇവിടെ ഇപ്പം a ഹോൾ സ്ക്വയർ, അപ്പൊ ഈ എ സ്ക്വയർ ഉണ്ടാവും. ഈ എ സ്ക്വയറിനെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എ സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്, യു നോ, ദാറ്റ് ഇസ് വൈ എ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. 0 to a ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെൻ സൈൻ സ്ക്വയർ നൗ അല്ലെങ്കിൽ സൈൻ n പൈ ബൈ എ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇങ്ങനെ കിട്ടും. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊരു ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ ഈസ് ഈക്വൽ ടു, അത് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, ഇതിൻ്റെ ആൻസർ ഈസ് ഈക്വൽ ടു a/2 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ a/2 ആയിരിക്കും ആൻസർ കിട്ടുക. ഒന്നുകിൽ ബൈ ഹാർട്ട് പഠിക്കുക. a/2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുക. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് a സ്ക്വയർ ഇൻറ്റു a/2 ഈസ് ഈക്വൽ ടു 1 കൊടുക്കാൻ പറ്റും. സോ a സ്ക്വയർ ഈസ് ഈക്വൽ ടു, യു ക്യാൻ സേ ദാറ്റ് ഇത് ഈക്വൽ ടു മൾട്ടിപ്ലൈ, ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യാം, ഈസ് ഈക്വൽ ടു 2/a ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ എ ഈസ് ഈക്വൽ ടു റൂട്ട് 2/a ആയിരിക്കും. അപ്പൊ നമുക്ക് എയുടെ വാല്യം കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഫൈനലി അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് ദി ബോക്സിലുള്ള പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2/a ഇൻറ്റു സൈൻ n പൈ by a x. This is the final wave function for particles inside a box. This is we call it as normalized wave function നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത പരിപാടി നമ്മൾ എക്സ്പ്രഷൻ ഓഫ് എനർജി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. യു നോ ദാറ്റ് ഈസ് 8 pi square m by h square into e is equal to k square എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡി? ഇപ്പൊ ഈ കേക്ക് നമ്മളിപ്പോ n pi by a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കണേ. അങ്ങനെ ആകുമ്പോ what you get is that ഇവിടുത്തെ e equal to you can say that k square into h square divided by 8 pi square m എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. ഈ ഇവിടെ വെച്ച് ഇപ്പുറം കൊണ്ടുവരാം. You know that is k is equal to നമ്മളിപ്പോ കണ്ടുപിടിച്ചു n pi by a ആണ് k യുടെ വാല്യൂ. അത് ഇവിടത്തേക്ക് കൊടുക്കുമ്പോൾ e equal to that is n square pi square by a square into h square whole divided by 8 pi square m എന്നുള്ള ഡിവിഷനിലേക്ക് വരും. മനസ്സിലാക്കട്ടെ? ദാറ്റ് ഇസ് ഇവിടെ ഒരു പൈ സ്ക്വയർ ഉണ്ട്, ഇവിടെയും പൈ സ്ക്വയർ ഉണ്ട്, ഇത് രണ്ടും വെട്ടിപ്പോ. അങ്ങനെയാകുമ്പോൾ ബാക്കിയൊന്നും സംഭവം ദാറ്റ് ഇസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇസ് n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് 8. ഇപ്പൊ n സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ട്, ഈ a സ്ക്വയർ ഇങ്ങ് താഴെ വരും. 8a സ്ക്വയർ m ആണ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനം കിട്ടിയ കാര്യം ഇതാണ്. പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദി ബോക്സിലുള്ള പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ √2/a sin n pi by a x. അതേപോലെ തന്നെ എനർജി ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ 8m a സ്ക്വയർ. അതാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ദാറ്റ് n can have the values actually 0, 1, 2, 3 എക്സെട്ര ആണ് n-ന്റെ വാല്യൂ എടുക്കാൻ പറ്റുക. പക്ഷേ n-ന്റെ വാല്യൂ നിങ്ങൾ 0 എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻറ്റു 0 pi by a x മീൻസ് സൈൻ 0 കിട്ടും അല്ലെ. മൊത്തം ഇത് സൈൻ 0 ആയിപ്പോ. സൈൻ 0 ആകുമ്പോൾ ഇത് 0 ആവും. സൈൻ 0 is 0 ഇൻറ്റു √2/a യു വിൽ ഗെറ്റ് മൊത്തം 0 ആവും. ദാറ്റ് മീൻസ് സൈ ഈസ് ഈക്വൽ ടു എത്രയായിട്ട് മാറിപ്പോവും? 0 ആയിട്ട് മാറിപ്പോവും. സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ നമ്മൾ വേവ് ഫംഗ്ഷൻ 0 ഇൻസൈഡ് ദ ബോക്സിൽ പാർട്ടിക്കിൾസ് ഇല്ല എന്നാണ് പറഞ്ഞത്.
പക്ഷേ ഇൻസൈഡ് ദ ബോക്സിൽ പാർട്ടിക്കിൾസ് ഇല്ലേ? അതുകൊണ്ട് ഈ എന്നിന്റെ വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും 0 എടുക്കരുത്. 1ഉം 2ഉം 3ഉം മാത്രം എടുത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. എന്നിന്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഞാനിവിടെ വരക്കുകയാണ്. ദാറ്റ് ഇസ് psi1 ഈസ് ഈക്വൽ ടു യു ക്യാൻ സേ ദാറ്റ് √2/a സൈൻ, ഇവിടെ എന്നിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് π/ax എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ആണ് കിട്ടുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വേവ് ഉണ്ടാവും. ആ വേവിന്റെ എനർജിയാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഇവിടെ 1 കൊടുത്താൽ യു വിൽ ഗെറ്റ് h²/8ma² ആയിരിക്കും. ഇനി ഒരു കാര്യം ചെയ്യാം. ദാറ്റ് ഇസ് എന്നിന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ what you get is that psi2 എന്ന് പറഞ്ഞ വേറൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് √2/a സൈൻ then 2π/ax ഇങ്ങനെ കിട്ടും. എന്നിന്റെ വാല്യൂ നമ്മൾ 2 കൊടുത്താൽ ഈ കേസിൽ എന്താ കിട്ടുക? E2 ഈസ് ഈക്വൽ ടു n². അപ്പൊ n² മീൻസ് 2², ഐ മീൻസ് 4 ആണ്. ദാറ്റ് ഇസ് 4h² / 8ma² ആയിരിക്കും. കേൾക്കണേ. ഇനി എങ്ങനെയാണെങ്കിൽ psi3 ഈസ് നത്തിങ് ബട്ട് √2/a സൈൻ ദാറ്റ് ഇസ് 3π/ax ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E3 ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 9h² / 8ma² ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു വേവിന് സാധ്യമായിട്ടുള്ള എനർജി h²/8ma² നമ്മൾ എന്താക്കി എടുക്കുക? യു ടേക്ക് ഇറ്റ് ആസ് ഒരു x ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ദ പോസിബിൾ എനർജി ഈസ് 1x. then again h²/8ma² 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 4x. അല്ലെങ്കിൽ 9h² 9x. ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ദാറ്റ് എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ് എന്നാണ് പറയാം. ഐ മീൻസ് 2xോ അല്ലെങ്കിൽ 5xോ 3xോ ഒന്നും പോസിബിൾ അല്ല. ഈ പറഞ്ഞിരിക്കുന്ന 1x 4x 9x then 16x 25x തുടങ്ങിയ പോലത്തെ വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ദാറ്റ് മീൻസ് ദി എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ് ആണ്. ഇനൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ എന്നിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ക്വാണ്ടം നമ്പേഴ്സ് എന്നാ പറയാം. വി കോൾ ഇറ്റ് ആസ് ക്വാണ്ടം നമ്പേഴ്സ്. 0 എടുക്കാൻ പാടില്ല. 0 എടുത്തു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ തന്നെ 0 ആയി മാറിപ്പോവും. അത് പറ്റില്ല. എന്നിന്റെ വാല്യൂ 1 2 3 4 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കിട്ടും. ഇത് നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന് മൊത്തത്തിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ പറഞ്ഞു തരാം. ഓക്കെ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്ക് പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് വ്യത്യസ്ത തരത്തിലുള്ള മോഷൻസുകൾ എക്സിബിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. ചിലപ്പോൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഇസ് നോക്കണേ നിങ്ങൾ x is equal to 0 to x is equal to a. ഇത് ഒരു 1 ഡയമെൻഷണൽ ബോക്സ് ആണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. x is equal to 0 to x is equal to a ലേക്ക് മൂവ് ചെയ്യുന്നു. ദ മൂവ്മെന്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇങ്ങനത്തെ മൂവ്മെന്റ് ആയിരിക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഇസ് psi1. ശരിക്കും ആ psi1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് √2a sin π/ax അതിൽ നിന്ന് വരച്ച ഒരു ഗ്രാഫാണ് ഇത്. റെഡി? ഇനി psi2 എന്ന് പറഞ്ഞ വേറെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഷനും പോസിബിൾ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് വരക്കാം. ഇനി psi3 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് യു ക്യാൻ ഡ്രോ ആൻ അനദർ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇനി നോക്കാം. ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ദാറ്റ് ഹാവ് എൻ എനർജി ദാറ്റ് ഈസ് ഗിവൺ ബൈ h²/8ma². നോക്കണേ, എന്നിന്റെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇനി ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി 4h²/8ma². ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ now ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 9h²/8ma². I means a lot of information you will get from this graph itself. മനസ്സിലാക്കണേ. ഇനി നമ്മൾ psi² കണ്ടുപിടിക്കുക. psi² is nothing but probability density എന്നാ പറയാം. ഒന്നുമില്ല, ഈ ഇക്വേഷൻ നമ്മൾ അങ്ങ് സ്ക്വയർ ചെയ്യാം. ഇതിപ്പം ഇത് മീൻസ് ക്രസ്റ്റ് മാത്രമുള്ള ഒരു ഗ്രാഫാ. അത് നമ്മൾ സ്ക്വയർ ചെയ്താൽ ഇവൽ അഗൈൻ ഗെറ്റിംഗ് ഒരു ക്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഐ മീൻസ് പോസിറ്റീവ് പാർട്ട് മാത്രമുള്ള ഒരു ഗ്രാഫാണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ യു വിൽ അഗൈൻ ഗെറ്റ് എ പോസിറ്റീവ് പാർട്ടാണ്. ഇനി മനസ്സിലാക്കണേ. ഇനി ഈ ഗ്രാഫ് നിങ്ങൾ നോക്ക്. ഇത് പോസിറ്റീവ് ഭാഗം എടുക്കുക, ഇത് നെഗറ്റീവ് ഭാഗം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ഭാഗം അഗൈൻ പോസിറ്റീവ് തന്നെ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും.
ഈ നെഗറ്റീവ് ഭാഗത്തിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി എന്തായിട്ട് മാറും? ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിൽ ഗെറ്റ് പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ? യു വിൽ ഗെറ്റ് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. കേൾക്കണേ. അതേപോലെ തന്നെ ഇവിടെ ഇതുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദിസ് വൺ ഹിയർ. ദെൻ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പം ഇതങ്ങ് മേലോട്ട് കയറും, ഇതിന് സ്ക്വയർ ചെയ്യുമ്പം ഇത് മേലെ തന്നെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് കിട്ടുക. ദിസ് റെപ്രസെന്റ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് നോക്കുക, ഈ ഗ്രാഫ് നോക്കുക, ഈ ഗ്രാഫ് നോക്കുക, ഈ ഗ്രാഫ് നോക്കുക. ഈ 3 ഗ്രാഫിലും ഈ പറഞ്ഞിരിക്കുന്നു യു ക്യാൻ സീ ദാറ്റ് ഇവിടെ യു ക്യാൻ സീ ഹിയർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഐ മീൻസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 മാറുന്ന ഒരു പോയിന്റ് ആണ് ഇത്. ഈ കേസിൽ ഇവിടെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കും. അങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആയിട്ട് കാണാൻ സാധ്യതയുള്ള ചില മേഖലകൾ ഉണ്ടാവും. ഈ കേസ് ആകുമ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു 0 ടു x ഈസ് ഈക്വൽ ടു L. അങ്ങനെ ആകുമ്പോൾ ഇത് നേരെ മധ്യഭാഗത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആണ്. അതിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് നോഡ് എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികം നിങ്ങളുടെ മനസ്സ് സംശയം ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ഒരു സാധനം ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നു ഈ ഒരു സ്ഥലത്ത് അവയെ കാണുക തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിന്റെ കേസാണെങ്കിൽ നമുക്ക് അങ്ങ് ദഹിക്കൂല. പക്ഷേ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോൺ പോലത്തെ കാര്യത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നു ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഇലക്ട്രോണിനെ കാണാം. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ 2 സ്ഥലമുണ്ട്, ഇതും നോഡാണ്, ഇതും നോഡാ. ഇവിടെയും ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയില്ല, ഇവിടെയും ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയില്ല എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ ചോദിക്കും ഇതും അങ്ങനെയാകുമ്പോൾ നോഡ്സുകളല്ലേ എന്ന ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇത് ബൗണ്ടറികളാണ്. ബൗണ്ടറികളിൽ നമുക്കറിയാം സാധാരണയായിട്ട് ഇലക്ട്രോൺ പാർട്ടിക്കിൾസിനെ കാണില്ല. പക്ഷെ എന്താണ് നോഡ് എന്ന് വെച്ചാൽ 2 ബൗണ്ടറികൾക്കിടയിൽ തന്നെ പാർട്ടിക്കിൾസിനെ കാണാൻ സാധ്യതയില്ലാത്ത ആ സ്ഥലങ്ങളുടെ പേരാണ് വി കോൾഡ് ആസ് നോഡ്സ്. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ ഇതിനെയും മാത്രമേ നമുക്ക് നോഡ്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ കേസിൽ ഇത് മാത്രമേ നമുക്ക് നോഡ്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ദാറ്റ് ഈസ് 0 പോയിന്റ് എനർജി. എന്താണ് 0 പോയിന്റ് എനർജി എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ എനർജിയാണ് വരക്കുന്നത്. ഈ ഗ്രാഫിൽ നമ്മൾ എനർജിയാണ് വരക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള എനർജി ഇതാണ്. ദാറ്റ് ഈസ് E1 എന്ന് പറയുന്ന ഈ വാല്യൂ h²/8ma² എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സിലുള്ള അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ബോക്സിലുള്ള പാർട്ടിക്കിൾസിന് സാധ്യമായ ഏറ്റവും ചെറിയ എനർജിയാണ്, ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് ഈ എനർജി. ഈ എനർജിക്ക് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് 0 പോയിന്റ് എനർജി. ഇത്രയാണ് 1 ഡയമെൻഷണൽ ബോക്സുമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളെ പരീക്ഷ ഫെബ്രുവരി 8-നാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ പോർഷൻസും എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. ദെൻ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു എസ്സേ ആയിട്ടാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എഴുതണം. അതെങ്ങനെ എഴുതണം എന്നുള്ള കാര്യത്തിൻ്റെ നോട്ട്സും കൂടി ഞാൻ ഇതിന് കൂടെ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളോട് ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണ്ടേ? ഹെഡിങ് എഴുതി വെക്കുക, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് എഴുതി വെച്ചു. ദെൻ ഇങ്ങനൊരു പ്ലോട്ട് വരക്കുക. ഇവിടെ v is equal to infinity, ഇവിടെ v is equal to 0, ഇവിടെയും v is equal to infinity തന്നെ. ഇവിടെ x is equal to 0, x is equal to a. എന്നിട്ട് പറഞ്ഞേക്കുക, കൺസിഡർ എ പാർട്ടിക്കിൾ ഹാവിംഗ് മാസ് m which is confined between 2 walls at x is equal to 0 and x is equal to a. The potential energy v is equal to 0 inside the box and v is equal to infinity at outside the box. Therefore, as soon as the particles reaches the wall, it will be reflected back to the box. Now, the general form of Schrodinger equation is ഇങ്ങനെ എഴുതുക, -h cross square divided by 2m dou square by dou x square plus dou square by dou y square plus dou square by dou z square plus v of x, y, z of psi is equal to e psi. ഇവിടെ കൊടുത്തേക്ക h ക്രോസ് എന്ന് വെച്ചാൽ h/2π ആണ്. Therefore, h cross square is equal to h²/4π² എന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് -h²/8π² dou square by dou square, dou square by dou y square plus dou square by dou z square plus v of x, y, z of psi is equal to e psi. Since it is a 1-dimensional box, we can consider only x-axis. Therefore, the equation becomes, that is a -h/8π² dou square by dou x square plus v of x all into psi is equal to e psi എന്ന് പറയാം. സോറി, ഇവിടെ നിങ്ങൾ ഡോ ബൈ ഡോ എക്സിന് പകരം നിങ്ങൾക്ക് d/dx കൊടുക്കാം കേട്ടോ.
Therefore, minus ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ you will get a minus h square 8 pi square d square psi by dx square plus v psi is equal to e psi. ഈ v of x ന് പകരം നമ്മൾ ചുമ്മാ v മാത്രം കൊടുക്കാം. ഈ ടേംസിനെ മൊത്തം നമ്മൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഈ സൈ മൈനസ് ഇതപ്പുറം വരുമ്പോൾ മൈനസ് വി സൈ ഇതപ്പുറം വരുമ്പോൾ പ്ലസ് ആവും പ്ലസ് എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയറും ഡി സ്ക്വയർ ആണ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. ദെൻ എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയറും ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ഇത് രണ്ടും നമ്മൾ കോമൺ ആക്കി എടുക്കുമ്പോൾ ഇ മൈനസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു 0. Multiplying all the equation with 8 pi square m. അപ്പോൾ ഈ ഭാഗത്ത് മൾട്ടിപ്ലൈ 8 pi square m by h square. അപ്പോൾ ഈ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് വെട്ടിപ്പോവും. ബാക്കി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 pi square m by h square ഇൻറ്റു ഇ മൈനസ് വി ഓഫ് സൈ ഇസ് ഈക്വൽ ടു 0. അതിന് നിങ്ങൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഏത് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഇസ് ഔട്ട്സൈഡ് ദി ബോക്സ് ആണെങ്കിൽ v is equal to infinity ആണ്. Therefore, d square psi by dx square plus 8 pi square m by h square all into e minus v psi is equal to 0. Neglecting e in comparison to infinity. That means this is very much high value ആണ്. Therefore, നമുക്ക് e നെ neglect ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ d square psi by dx square plus 8 pi square m by h square minus infinity psi is equal to 0 എന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ d square psi by d ഇനി 8 pi square m infinity by h square ഒരു സംഖ്യയെ ഇൻഫിനിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്താൽ you will get infinity എന്ന് കിട്ടാം. അങ്ങനെയാകുമ്പോൾ this equation will becomes that is minus 8 pi square psi into dx square 8 pi square m by h square into ഇൻഫിനിറ്റി സൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം, ചുമ്മാ ഒരു ഇൻഫിനിറ്റി മാത്രമാക്കി കൊടുക്കാം. Therefore, d square psi by dx square minus infinity psi is equal to 0. d square psi by dx square is equal to infinity psi. അങ്ങനെയാകുമ്പോൾ psi is equal to 1 by infinity into d square psi by dx square. We know 1 by infinity is equal to 0 ആണ്. അതുകൊണ്ട് psi is equal to 0 ആയിരിക്കും. Thus, that means outside the box psi is equal to 0 and the probability of psi square is equal to 0. The probability or psi square is equal to 0. That is no particles outside the box. ഇനി നമ്മൾ അടുത്ത് എഴുതുന്നത് ഇൻസൈഡ് ദി ബോക്സിന്റെ കാര്യമാണ് നമ്മൾ സെക്കൻഡ് കേസിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻസൈഡ് ദി ബോക്സ് ആണെങ്കിൽ v is equal to 0 ആണ്. Now equation 1 becomes നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ അല്ലേ ഇക്വേഷൻ 1 അതൊന്ന് അതിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ എഴുതി വെക്കുക d square psi by dx square plus 8 pi square m by h square into e psi is equal to 0. If we take 8 pi square m e by h square is equal to k square ആണെങ്കിൽ that equation become d square psi by dx square plus k square psi is equal to 0 എന്നായിട്ട് മാറും. It is a second order differential equation and hence it have the solution psi is equal to a sin kx plus b cos kx ആയിട്ട് മാറും. Where a and b are constant എന്ന് പറയാം. എന്നിട്ട് പറയാം depending upon the value of a, b and k, psi can have many values but all the values are not acceptable. Only the values which satisfy the boundary conditions are acceptable. നമ്മുടെ ഉദ്ദേശം ഇതാണ് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കലാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ that is psi is equal to 0 at x is equal to 0 ലും x is equal to a ലും I means boundary conditionൽ. Now when x is equal to 0, psi is equal to 0 ആയിട്ട് മാറും അല്ലേ. Therefore, the equation 2 becomes 0 is equal to a sin 0 plus b cos 0. We know sin 0 is equal to 0, cos 0 is equal to 1 ആണ്. അങ്ങനെയാകുമ്പോൾ you can say 0 is equal to 0 plus b എന്ന് പറയാം. Therefore, b is equal to 0. Thus, when x is equal to 0, equation 2 becomes x-ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ equation എന്തായിട്ട് മാറുക psi is equal to a sin kx ആയിട്ട് മാറും. This is taken as equation number 3. Similarly, psi is equal to 0 when x is equal to a ആകുമ്പോൾ അല്ലെ അടുത്ത ബൗണ്ടറിയിൽ. Therefore, the equation 3 becomes equation എന്തായിട്ട് മാറും എന്നറിയാം becomes 0 is equal to a sin ka. അപ്പോൾ sin k യുടെ വാല്യൂ will be equal to 0 ആയിരിക്കും. a യുടെ വാല്യൂ 0 ആക്കി എടുക്കാൻ പറ്റില്ല. sin k യുടെ വാല്യൂ will be 0 ആയിരിക്കും. This hold good. ഇത് ശരിയാവും only when ka is an integral multiple of pi. That is k is equal to n pi, n is equal to 0, 1, 2, 3. n ന്റെ വാല്യൂ നമുക്ക് 0, 1, 2, 3 കൊടുക്കുമ്പോൾ ഈ k യുടെ വാല്യൂ n pi ആയിട്ട് മാറും. n pi ആവുമ്പോൾ sin n pi is equal to 0 ആയിരിക്കും. ആ ഇക്വേഷൻ ഓക്കെ ആയിരിക്കും. k is equal to n pi by a ആയിരിക്കും. Here the value of n is equal to 0 is excluded. അത് നമ്മൾ ഉപയോഗിക്കാറില്ല. It is because if n is equal to 0, k is equal to 0 ആവും. Hence psi is equal to 0. That means
ദിസ് ഇസ് നോട്ട് ട്രൂ ബിക്കോസ് ദി പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് വിത്തിൻ ദി ബോക്സ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് പ്രകാരമാണെങ്കിൽ ഇൻസൈഡ് ദി ബോക്സും സൈയുടെ വാല്യൂ 0 ആയി പോകും. സൈയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇൻസൈഡ് ദി ബോക്സിൽ പാർട്ടിക്കിൾസ് ഇല്ല എന്നുള്ള രീതിയിലായി പോകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ n-ന്റെ വാല്യൂ നിങ്ങൾ 0 കൊടുക്കാൻ പാടില്ല. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് k ഇൻ ഇക്വേഷൻ 3, ഇക്വേഷൻ 3യിലേക്ക് നമ്മൾ ഈ kയുടെ വാല്യൂ, അപ്പോൾ kയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ psi is equal to a sin n pi by a x എന്നുള്ള കിട്ടും. ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ഏജന്റ് ഫംഗ്ഷൻ psi ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. അതായത് വൺ ഡയമെൻഷണൽ ബോക്സിൽ കൂടി ചലിക്കുന്ന ഒരു പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷനാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ എനർജിയാണ്. 8π² m/h² E is equal to k² ആണ്. അപ്പോൾ kയുടെ വാല്യൂ നമുക്കറിയാം n pi/a ആണ്. therefore E is equal to k² h² 8π² m ആണ്. അപ്പോൾ ഈ kയുടെ വാല്യൂവിന് പകരം നമ്മൾ n pi/a (² h² കൊടുത്തു 8π² കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഇസ് ഈസ് ഈക്വൽ ടു n² h² 8ma² എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ഡയമെൻഷണൽ ബോക്സിൽ കൂടി ചലിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇത്. ആ എനർജി വ്യത്യസ്ത തരത്തിലാകാം. n-ന്റെ വാല്യൂ എത്രയൊക്കെ കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ ഒരു കറസ്പോണ്ടിങ് എനർജി, 2 കൊടുക്കുമ്പോൾ മറ്റൊരു എനർജി, 3 കൊടുക്കുമ്പോൾ മറ്റൊരു എനർജി. അപ്പം എനിക്ക് പറയാം എനർജി ലെവൽസ് ആർ എന്താ പറയുക, ക്വാണ്ടൈസ്ഡ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇക്വേഷനിൽ എ എന്ന് പറഞ്ഞ ടേമും കൂടി ഉണ്ട് അല്ലേ. അതായത് psi is equal to a sin n pi/x ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ചെയ്യുന്നു. എന്നിട്ട് പറയാം ഓൺ നോർമലൈസേഷൻ 0 to a, 0 to small a കൊടുത്തു, 0 to a psi of psi into d tau is equal to 1 or 0 to small a that is psi square d tau is equal to 1 ആയിരിക്കും. നമ്മൾ നോർമലൈസേഷനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ n-ന്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വേവ് ഫംഗ്ഷൻസ് നമുക്ക് ഡിഫറെന്റ് വേവ് ഫംഗ്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ psi1 is equal to √2a sin πx/a, n-ന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 2πx/a കിട്ടും. psi3 ഇവിടെ 3πx/a, psi4 നമുക്ക് അതേപോലെ തന്നെ എഴുതാൻ പറ്റും. ദിസ് ഇക്വേഷൻസ് ക്യാൻ ബി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഡ്രോയിങ് എ വേവ് ആസ് ബിലോ. അത് നമുക്കൊരു വേവ് ആയിട്ട് വരക്കാൻ പറ്റും. ഈ ഒരു ചിത്രങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബോർഡിൽ വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വരച്ച് വെക്കുക. ഇവിടെ psi1 ആണ്, ഇത് psi2 ആണ്, ഇത് psi3 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് psi² ഒക്കെ നമുക്കിങ്ങനെ വരക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചേക്കാം. 0 point എനർജി എന്ന് വെച്ചാൽ ഇൻ ദി കേസ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ദി ലോവസ്റ്റ് പോസിബിൾ എനർജി is h² by 8ma². ദിസ് എനർജി is known as 0 point എനർജി. നോട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഫ്രം ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ് അല്ലെങ്കിൽ ഫ്രം ദി ഫോർമുല ഡെൻസിറ്റി ഡയഗ്രാം വി ക്യാൻ സീ ദാറ്റ് there are certain point where the probability of finding the particle is 0. It is called a node. If n is equal to 1, there is no node. If n is equal to 2, node is at the center, that is x is equal to a/2 ലാണ് നോഡ് കിട്ടാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇത്രയാണ് ഈ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കാര്യം. അതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കാര്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.